ഭവാനി തോതും ത്വാം പ്രഭവതി ചതുർഭിർനവദനേ പ്രജാനാമീശാന ത്രിപുരമഥന പഞ്ചഭിരഭി ന ഷഡ്ഭിസ്തേനാനിർദശശതമുഖേരപ്യഹിപതി തദാന്യേഷാം കേഷാം കഥയാ കഥമസ്മിന്നവസരാ. ശങ്കരാചാര്യരുടെ ആനന്ദലഹരി എന്ന് പറയപ്പെടുന്ന 20 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകമാണ് ഇത്. അദ്ദേഹം പറയുന്നത്, പരാശക്തിയായിരിക്കുന്ന ജഗദംബിയെ വാക്കുകൊണ്ട് സ്തുതിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസമോ സംഗതിയോ അല്ല. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. വാക്കുകൾക്കപ്പുറത്താണ് ഈശ്വരൻ. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതിൽ നമുക്ക് പറയുന്നുണ്ട്. ഭാഗവതത്തിലത്തെ ശ്രുതിഗീത, രാമായണത്തിൽ എത്രയോ വാചാമഗോചരനാണ് ഭഗവാൻ. വാക്കുകളെ കൊണ്ട് സ്തുതിച്ച് അറിയിക്കാൻ കഴിയാത്തതാണ്. ഗജേന്ദ്രസ്തുതിയിലും മറ്റ് സ്തുതികളിലൊക്കെ പറഞ്ഞൊരു കാര്യം അവിടെ ഉദാഹരണ സമിതം പറഞ്ഞു എന്നും മതസഹിതം. ഭവാനി തോതും ത്വാം പ്രഭവതി ചതുർഭിർനവദനൈഹി. ബ്രഹ്മാവിൻ്റെ 4 മുഖം കൊണ്ട് സ്തുതിച്ചാൽ അമ്മയുടെ മാഹാത്മ്യം കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ 4 മുഖം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതകളുണ്ട്. കാരണം ബ്രഹ്മാവ് വേദം മുഴുവൻ കാണാപ്പാടാക്കിയ ആളാണ്, ചില്ലറക്കാരനല്ല. അപ്പോൾ 4 വേദവും ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ കഴിയുമോ ചോദിക്കുകയാണ്. പ്രജാനാമീശാന ത്രിപുരമഥന പഞ്ചഭിരഭി. പൊതുവേ ശിവൻ പഞ്ചാസ്യനാണ്, 5 മുഖങ്ങളാണ്. അദ്ദേഹത്തിനും ഉണ്ട് കേട്ടോ പ്രത്യേകത. തൻ്റെ ഉടുക്കിൽ എല്ലാവിധ വേദത്തിൻ്റെ ശബ്ദവും ധ്വനിയുണ്ട് എന്നാണ്. അതാണ് ഈ ഉടുക്ക് പരമേശ്വരൻ കയ്യിൽ പിടിക്കാൻ കാരണം. അപ്പോൾ എല്ലാ വേദങ്ങളുടെയും നാദം വരുന്നത് ഉടുക്കിൽ നിന്നാണ്. സർവജ്ഞനായിരിക്കുന്ന പരമേശ്വരൻ 5 മുഖം കൊണ്ട് സ്തുതിച്ചാലും കഴിയില്ല. ന ഷഡ്ഭിസ്തേനാനി. ദേവസേനാധിപനായിരിക്കുന്ന സുബ്രഹ്മണ്യന് 6 മുഖമുണ്ട്. ആ സുബ്രഹ്മണ്യൻ അച്ഛനായ പരമേശ്വരനും കൂടി ഓങ്കാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത ആളാ, ചില്ലറക്കാരനല്ല. പക്ഷെ ആ 6 മുഖം കൊണ്ട് സുബ്രഹ്മണ്യൻ തുതിച്ചാലും അമ്മയുടെ മാഹാത്മ്യം എങ്ങനെയാണ് തീരുക എന്ന് ചോദിക്കുകയാണ്. ഇനി അതൊക്കെ ഇരിക്കട്ടെ. ദശശതമുഖേരപ്യഹിപതി. 1000 മുഖങ്ങളുള്ള അഹിപതി. പാമ്പ്, പാമ്പിൻ്റെ പതി അനന്തൻ. ആ അനന്തൻ തുതിച്ചാലും തീരാത്ത മാഹാത്മ്യമുള്ള പരാശക്തിയായിരിക്കും ജഗദംബിക. ശിവനും വിഷ്ണുവിനും ബ്രഹ്മാവിനും കൂടി പ്രേരണാശക്തിയായിട്ട് വിളങ്ങുന്ന, ലോകം മുഴുവനെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന, അമ്മേന്ന് വിളിച്ചവരുടെ മുമ്പിൽ വന്ന് അവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതായ സാക്ഷാൽ പരാശക്തിയായിരിക്കുന്ന ജഗദംബികയെ ആർക്കാണ് വാക്കുകൊണ്ട് തുതിക്കാനായിട്ട് സാധിക്കുക? സ്തോത്രം കൊണ്ടോ മന്ത്രം കൊണ്ടോ വേദം കൊണ്ടോ ഒന്നും അറിയാൻ സാധിക്കില്ല. അമ്മേന്ന് ഭക്തിയോട് കൂടിയിട്ട് വിളിക്കുക, ഭഗവതിയുടെ നാമം ജപിക്കുക, സർവേശ്വരിയായിരിക്കുന്ന ജഗദംബികയെ മനസ്സിൽ ഭക്തിയോടുകൂടി കാണുക എന്നല്ലാതെ നമ്മുടെ വാക്കുകൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല പരാശക്തിയായിരിക്കുന്ന ജഗദംബികയുടെ മാഹാത്മ്യം. അമ്മേ നമസ്കരിക്കുകയാണ്. ഭവാനി തോതും ത്വാം പ്രഭവതി ചതുർഭിർനവദനേഹി പ്രജാനാമീശാന ത്രിപുരമഥന പഞ്ചഭിരഭി ന ഷഡ്ഭിസ്സേനാനി ദശശതമുഖേരപ്യഹിപതി തദാന്യേഷാം കേഷാം കഥയ കഥമ അസ്മിന്നവസരാ. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.